ചീറിപ്പാഞ്ഞു പോകുന്ന സർക്കാർ വണ്ടി. നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം ആരുടെയാണ്? വൺ സിനിമയിലെ മമ്മൂട്ടി, കടക്കൽ ചന്ദ്രൻ ഒരു ഫിഗറാണ്. പിന്നെ ആരാണ്? നമ്മുടെ സുരേഷ് ഗോപി. ഏതാണ് സിനിമ? ഭരത്ചന്ദ്രൻ IPS. ഇതാ വരുന്നു ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ, നമ്മുടെ IAS കാരൻ, വീണ്ടും മമ്മൂട്ടി. ഇവർക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്താ? ഇവിടെ എല്ലാം ഒരു കാര്യം കോമൺ ആണ്. എന്താ? കേന്ദ്ര സർക്കാരിന്റെയോ കേരള സർക്കാരിന്റെയോ നെയിം ലേബൽ ഒട്ടിച്ച വണ്ടി. ഈ വണ്ടികളുടെ എല്ലാം പേര് മാറാൻ പോകുന്നു. KL90. ഇനി വരുന്ന PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഓരോന്നോരോന്നായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. KL90 എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ വണ്ടികൾക്കുള്ള നമ്പർ പ്ലേറ്റ് ആയിരിക്കും ഇനി മുതൽ. KL90A എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാരിന്റെ വണ്ടികൾക്കുള്ളതായിരിക്കും. KL90C എന്ന് പറഞ്ഞാൽ അത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളത്, പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇവകൾക്കുള്ളതായിരിക്കും. ഇനി വരുന്നത് KLD ആണ്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, PSUസിനായിരിക്കും. ഒരു കോഡ് ഇട്ട് തന്നെ പഠിക്കാം. KL90 കേരള സർക്കാർ, ഓർത്തു വയ്ക്കുക, ഒരു മാറ്റവും ഇല്ല. KL90A വരാൻ നേരത്ത് AC എന്ന് ഓർക്കുക. A ഫോർ സെൻട്രൽ ഗവൺമെന്റ്, AC. ഓക്കെ അല്ലേ? പിന്നെ വരുന്നു CP, C ഫോർ പഞ്ചായത്ത്, CP എന്ന് പഠിക്കുന്നു. അടുത്ത നമുക്ക് പഠിക്കാം D ഫോർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവിടെയും ഒരു P. സോ എന്തോന്നു? AC, CP, DP. ഈ 3 കോഡുകൾ ഓർത്തു വയ്ക്കുക. ഇനി ഏത് PSC പരീക്ഷയ്ക്കും ചോദ്യം വന്നാൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക, 90 കേരള സർക്കാരിനാണെങ്കിൽ AC, CP, DP. ഈ 3 കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ മതി. ഏതൊരു പരീക്ഷയ്ക്ക്, അത് കേന്ദ്ര ലെവലിലുള്ള പരീക്ഷ ആയിക്കോട്ടെ, PSC പരീക്ഷ ആയിക്കോട്ടെ, ഈ ക്വസ്റ്റിന് ആൻസർ വന്നാൽ ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.